ഇന്ത്യയിലെ പവർഫുൾ ട്രേഡേഴ്സ് ഒരു മനുഷ്യനെ അഗെയിൻസ്റ്റ് ബെറ്റ് ചെയ്ത സ്റ്റോറിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവസാനം എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. 1980-കളിൽ റിലയൻസിന്റെ ഷെയർ പ്രൈസ് വലിയ രീതിയിൽ അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എലൈറ്റ് ട്രേഡിംഗ് ഗ്രൂപ്പായിട്ടുള്ള ബെയർ കാർട്ടൽ എങ്ങനെയെങ്കിലും ധീരുഭായ് അംബാനിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന പേരിൽ റിലയൻസിന്റെ ഷെയർസിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെയർ കാർട്ടൽ അഗ്രസീവായിട്ട് റിലയൻസിന്റെ ഷെയർസ് സെല്ല് ചെയ്യുന്നതിലൂടെ ഷെയർ പ്രൈസ് കുത്തനെ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങി. ഇത് കൃത്യമായിട്ട് ധീരുഭായ് അംബാനി മനസ്സിലാക്കുകയും ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ മതിയാകില്ല എന്ന രീതിയിൽ ലോയൽ ഇൻവെസ്റ്റേഴ്സിനോടും അതുപോലെ തന്നെ ബ്രോക്കേഴ്സിനോടും കിട്ടുന്ന ഷെയർസ് എല്ലാം റിലയൻസിന്റെ ഏതൊക്കെ ഷെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എല്ലാ ഷെയർസും മേടിച്ച് കൂട്ടാനായിട്ട് ധീരുഭായ് അംബാനി പറയുന്നുണ്ട്. അപ്പോൾ അഗ്രസീവായിട്ട് ബ്രോക്കേഴ്സും അതുപോലെ തന്നെ ലോയൽ ഇൻവെസ്റ്റേഴ്സും റിലയൻസിന്റെ ഷെയർസ് മേടിച്ച് കൂട്ടുന്നതിലൂടെ, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബെയർ കാർട്ടൽ അഗ്രസീവായിട്ട് ഷെയർ സെല്ല് ചെയ്യുന്നു, ആ വിൽക്കുന്ന ഷെയർസ് അഗ്രസീവായിട്ട് ബ്രോക്കേഴ്സും ധീരുഭായ് അംബാനിയുടെ ടീമും ബൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അഗ്രസീവായിട്ട് ബൈയിങ് നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷെയറിന്റെ പ്രൈസ് കുത്തനെ മുകളിലേക്ക് പോവുകയും അതിലൂടെ ബെയർ കാർട്ടലിനെ ഒരു പാഠം പഠിപ്പിക്കാനും നമ്മുടെ ധീരുഭായ് അംബാനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു.